പേരെടുത്ത് പറയുന്നത് ഒമർ ലുലുവിൻ്റെ ആണ്. ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള പുള്ളി. ഞാൻ സിനിമ റിവ്യൂസ് ചെയ്യുന്നതിന് മുൻപേ ഞങ്ങൾ ഭയങ്കര അപ്പം അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ സിനിമ ഞാൻ ചെയ്യാറില്ല. മറ്റ് നിങ്ങൾ പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഒരു 3 സിനിമകൾ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് നാളെ വേറെ ആരും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കുന്നില്ല. അപ്പോൾ നാളെ സുമേഷിൻ്റെ സിനിമ ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും റിവ്യൂ ചെയ്യും. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില കോണ്ടെക്സ്റ്റിൽ നമുക്ക് 100% നിങ്ങൾ കൈക്കൂലി എന്ത് പറഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് 100% ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പോൾ ഒരു ആത്മഹത്യയോ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. ലൈഫിലോ നമ്മൾ പിന്നെ അത് ആത്മഹത്യ ഭീഷണി എന്നല്ല, അവര് തീർന്ന് തോന്നി വിടുന്നതാണ്. അത് വലിയ സിനിമയല്ല. 50 കോടി 100 കോടി ഒരാൾ മുടക്കിയിട്ട് ഇത് അയാളോട് ആര് പറഞ്ഞ് ഇത്രയും മുടക്കാന്ന് നമുക്ക് ചെറിയ ഇത് ഒരുപാട് സിനിമകൾ ചെയ്യാൻ നഷ്ടം പറ്റി. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ള പറയുന്ന സമയത്ത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിന് 3 സിനിമയാണ് അങ്ങനെ ചെയ്യാതിരുന്നിട്ടുള്ളൂ. സിനിമയുടെ പേരെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. 3 സിനിമ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഇൻസൈഡ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ. കറക്റ്റായിട്ട് 3 സിനിമ. 3 സിനിമ ആ 3 സിനിമയിൽ 2 സിനിമ ഒരു ഡയറക്ടർ സിനിമ. ഒന്ന് വേറെ, അത് ഡയറക്ടർ നോക്കിയിട്ടല്ല, അത് പ്രൊഡ്യൂസർ. വല്ലാത്ത കഷ്ടം പറഞ്ഞു. പക്ഷെ വലിയ ഭയങ്കര മില്യനേഴ്സ് അല്ല പ്രൊഡ്യൂസേഴ്സ് ഒന്നും വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ചെയ്യില്ല. അവർ വെറും ലാഭത്തിന് വേണ്ടിയിട്ട് അവരെങ്ങനെയെങ്കിലും ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ചിലത് ജെന്യൂൻ കേസാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഓൾ ഓഫ് ദം വർ സ്മോൾ ഫിലിംസ്.